ഹലോ എവറി വൺ. 10ാം ക്ലാസ്സുകാരുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസിലെ തേർഡ് പാർട്ടാണിത്. 8th ക്വസ്റ്റ്യൻ നോക്കാം. ദി ജനറ്റിക് സ്ട്രക്ചർ ഓഫ് എ പേഴ്സൺ ഈസ് ഗിവൺ ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. 44 plus XX. First question, what do 44 plus XX indicate? Then, is the person with this genetic structure is male or female? അതായത് 44 പ്ലസ് XX എന്ന് പറയുന്ന ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 44 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, 44 എന്ന് ഉദ്ദേശിക്കുന്നത് അയാളുടെ ബോഡിയിലുള്ള ഓട്ടോസോമൽ ക്രോമസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസിന്റെ എണ്ണമാണ്. സൊമാറ്റിക് ക്രോമസോംസ് അഥവാ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണമാണ് 44 എന്ന് പറയുന്നത്. 44 എന്താണ്? സെമാറ്റിക് ക്രോമസോംസ് അഥവാ സ്വരൂപ ക്രോമസോമുകളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ് ഉദ്ദേശിക്കുന്നത്? എക്സ് ഉദ്ദേശിക്കുന്നത് സെക്സ് ക്രോമസോംസ് ആണ്, അഥവാ ലിംഗ ക്രോമസോമുകളാണ് എക്സ് ഉദ്ദേശിക്കുന്നത്. ഇത് പേജ് നമ്പർ 14 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 44 പ്ലസ് XX ആണെങ്കിൽ 44 എന്ന് പറയുന്നത് 46 ക്രോമസോമുകളിലെ 44 എണ്ണം. 44 എണ്ണം എന്താണ്? സെമാറ്റിക് ക്രോമസോംസ് ആണ്, സ്വരൂപ ക്രോമസോമുകളാണ്. എന്നാൽ അവസാനത്തെ 2 എണ്ണം, അവസാനത്തെ ഒരു പെയർ എന്ന് പറയാം, അല്ലെങ്കിൽ 2 എണ്ണം എന്ന് പറയാം, ഇതെന്തായിരിക്കും? ലിംഗ ക്രോമസോമുകളാണ്, സെക്സ് ക്രോമസോംസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ദിസ് പേഴ്സൺ വിത്ത് ദിസ് ജനറ്റിക് സ്ട്രക്ചർ മെയിൽ ഓർ ഫീമെയിൽ? വൈ? ഇതെന്താണ്? മെയിൽ ആണോ ഫീമെയിൽ ആണോ? യെസ്, എക്സ് ഒരു ചെറിയൊരു വൈറൽ ഫീവർ വന്നതാണ്. പക്ഷെങ്കിൽ കൂടി ഈ ഒരു എക്സാമിന് മുന്നേ ഇത് അപ്ലോഡ് ചെയ്യേണ്ട, എന്തായാലും മാക്സിമം നോക്കാട്ടെ നമുക്ക്. എക്സ് വന്നാൽ നമുക്കറിയാം അത് ഫീമെയിൽ ആയിരിക്കും. XY വന്നാൽ മെയിൽ അഥവാ പുരുഷനായിരിക്കും. XX സ്ത്രീ ആണെങ്കിൽ XY എന്താണ്? പുരുഷനാണ് അല്ലെ. XX സ്ത്രീ, XY പുരുഷൻ. ഇത് മറക്കണ്ട, പേജ് നമ്പർ 14 നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ തിയറി നമുക്കറിയാം, ഇതാരുടെ തിയറിയാണ്? ഡാർവിന്റെ തിയറിയാണ് കാണിച്ചിട്ടുള്ളത്. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദി ആൻസേഴ്സ് ടു ദിസ് ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കാം. ഓവർ പ്രൊഡക്ഷൻ, അമിത ഉൽപാദനം. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ചത്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉദ്ദേശിച്ചത് എന്താ? നിലനിൽപ്പിനായുള്ള സമരം. ഇത് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 42 പഠിച്ചു വെക്കുക കേട്ടോ. വിച്ച് തിയറി ഓഫ് എവല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ? ഹു പ്രപ്പോസ് ദിസ് തിയറി? ഇവിടെ ഏത് സിദ്ധാന്തമാണ് പരിണാമത്തിന്റെ ഏത് സിദ്ധാന്തമാണ് പറയുന്നത്? ഏതാണത്? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെ, പ്രകൃതി നിർധാരണ സിദ്ധാന്തം. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ച തിയറി അല്ലെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ ഏത് ഹു പ്രപ്പോസ് ദിസ് തിയറി? ഇത് മുന്നോട്ട് വെച്ചതാരാണ്? ഡാർവിനിസം മുന്നോട്ട് വെച്ചത് ചാൾസ് റോബർട്ട് ഡാർവിൻ. ഇത് മുന്നോട്ട് വെച്ചതാരാണ്? ഡാർവിൻ ആണ്. ഹു പ്രപ്പോസ്ഡ് ദിസ് തിയറി? ഡാർവിൻ. ഓക്കെ, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ ഇൻ ദി സിറ്റുവേഷൻ ഷോൺ ഇൻ ദി ഇല്ലുസ്ട്രേഷൻ? ഈ ഒരു അവസ്ഥയിൽ വേരിയേഷന്റെ പ്രാധാന്യം എന്താണ്? വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുക എന്ന് അർത്ഥം എന്താ? ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് ദാൻ എൻവിറോൺമെന്റ് ക്യാൻ സപ്പോർട്ട് അല്ലെ. അമിത ഉൽപാദനമാണ്, പ്രകൃതിക്ക് താങ്ങാനാവുന്നതിനപ്പുറം എന്ത് ചെയ്യുന്നു? അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ സംഭവിക്കുന്നു സ്ട്രഗിൾ ഫോർ ദി എക്സിസ്റ്റൻസ് ഉണ്ടാവുന്നു അല്ലെ. ലിമിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഷെൽട്ടർ താമസം, മെയ്റ്റ് ഇണകള്, ഇതിനൊക്കെ വേണ്ടി ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ആ സമയത്ത് ഇവിടെ വേരിയേഷന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നല്ല ഫേവറബിൾ ആയുള്ള വേരിയേഷൻസ് ഉള്ള ജീവികൾ അവിടെ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഫേവറബിൾ അല്ലാത്ത വേരിയേഷൻസ് ഉള്ള ആൾക്കാർ അവിടെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ആയി പോകുന്നു അല്ലെ. ഓർഗാനിസം ഷോ ഡിഫറൻസസ് ഫ്രം ഈച്ച് അതർ, എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നു? ഒന്നിൽ നിന്ന് ഒന്നിൽ നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ their സൈസ്, ഇമ്മ്യൂണിറ്റി, പിന്നെ സീഡ് പ്രൊഡക്ഷൻ, വിത്തിന്റെ ഉൽപാദനം, ഇതെല്ലാം ജീവികൾ വ്യത്യസ്തപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ ആ വ്യത്യാസങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വേരിയേഷൻസിന്റെ പ്രാധാന്യം അല്ലെ ഈ ഒരു സമരത്തിനിടയിൽ. കാരണം ഒരുപാട് ജീവികൾ ഉണ്ടാവുന്നുണ്ട്. ആ ഒരുപാട് ജീവികൾ ഭക്ഷണത്തിനും താമസ സ്ഥലത്തിനും ഇണകൾക്കും എല്ലാവരും വേണ്ടി അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷനിലെ വേരിയേഷന്റെ വ്യതിയാനങ്ങളുടെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്
നല്ല വേരിയേഷൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, അടുത്ത തലമുറയിലേക്ക് അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദി നെക്സ്റ്റ് ജനറേഷൻസ്. അവരെന്ത് ചെയ്തു, പാസ് ചെയ്തു. ഫേവറബിൾ അല്ലാത്ത, പ്രത്യേകിച്ച് അനുകൂലമല്ലാത്ത ഫേവറബിൾ വേരിയേഷൻസ്, മലയാളത്തിലെ അനുകൂല വ്യതിയാനങ്ങൾ. ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ആൾക്കാരെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അവരെന്ത് ചെയ്ത് പാസ് ചെയ്യുന്നു, അവര് സെലക്ട് ചെയ്യുന്നു. എന്നാൽ അൺഫേവറബിൾ ആയിട്ടുള്ള, അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്തവ, അൺഫേവറബിൾ വേരിയേഷൻസ്, അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്ത ആളുകളെ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു, അവരെ ഇവിടുന്ന് പുറത്താക്കപ്പെടുന്നു, ഔട്ടായി പോകുന്നു അല്ലെ. നല്ല മാറ്റങ്ങളുള്ള ജീവികൾ മാത്രം അവിടെ തുടർന്നു പോകുന്നു, നല്ല മാറ്റങ്ങൾ കാണിക്കാത്തവരോട് എന്ത് ചെയ്യുന്നു, പുറന്തള്ളപ്പെടുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് സെന്റൻസ് വായിച്ചു നോക്കാം. ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദി നെക്സ്റ്റ് ജനറേഷൻ, പാസ് ചെയ്യുന്നു. മോർ വേരിയേഷൻസ് അക്യുമുലേറ്റ് ഓവർ ടൈം ലീഡിങ് ടു creation of organisms that are unable to reproduce within species. They evolve as a new species. അപ്പൊ ഇങ്ങനെ ഈ വ്യതിയാനങ്ങൾ ഇങ്ങനെ കൈമാറി പോകുന്നു, അടുത്ത തലമുറയിൽ കൈമാറി പോകുന്നുണ്ട്. അങ്ങനെ കൈമാറി പോകുമ്പോൾ ഈ വ്യതിയാനങ്ങളെല്ലാം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നു അല്ലെ, അടിഞ്ഞു കൂടിയിട്ട് ഒട്ടും സാമ്യമില്ലാത്ത ഒരു ജീവിയായിട്ട് അവസാനം എന്ത് പരിണാമം സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ വേരിയേഷന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ റിസോഴ്സിന്റെ എണ്ണം, റിസോഴ്സുകളുടെ അളവ് കുറയും. റിസോഴ്സുകളുടെ അളവ് കുറയുമ്പോൾ അവിടെ പരസ്പരം മത്സരിക്കും. ആ മത്സരത്തിൽ അനുകൂല വ്യതിയാനം ഉള്ളവർ മാത്രം എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു. അനുകൂല വ്യതിയാനം ഇല്ലാത്തത് എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ ആണ്. Part of a scientific article about evolution of life is given below. Read it and answer the questions. Random changes in genes that are passed down from generation have a major impact on evolution of life. Random changes, വളരെ പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസ് ആണ് അല്ലേ, റാൻഡം ആണ്. അതായത് എല്ലാവരിലും ഉണ്ടാവില്ല, പക്ഷെ റാൻഡം ആയിട്ട് പലരിലും മാത്രം കാണുന്ന ചേഞ്ചസ് ആണ്. What is genetic process mentioned in this scientific article? How does this process influence the evolution of life? ഇവിടെ ഉദ്ദേശിച്ച റാൻഡം ചേഞ്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്, മ്യൂട്ടേഷൻ ആണ്. അതാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ പോലെയുള്ള റാൻഡം ആയിട്ട് നടക്കുന്ന, വളരെ ക്വിക്കായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഈ പേജ് നമ്പർ 37 സൂപ്പർ ബഗ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ മ്യൂട്ടേഷൻ എന്താ പറഞ്ഞിട്ടുണ്ട്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ആകസ്മികമായിട്ട് നടക്കുന്ന ഒരു ചേഞ്ച് ആണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല്. പല റീസൺസുകൾ ഉണ്ടാവാം. ആ ചേഞ്ചുകളൊക്കെ എന്ത് ചെയ്യുന്നു, തലമുറകളോട് കൈമാറപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ സച്ച് ചേഞ്ചസ് ആർ കോൾഡ് മ്യൂട്ടേഷൻസ്. ഇവിടെ ഈ റാൻഡം ചേഞ്ച് ഉദ്ദേശിക്കുന്നത് മ്യൂട്ടേഷൻസ് ആണ്. മ്യൂട്ടേഷൻ മലയാളത്തില് ഉൽപരിവർത്തനം എന്ന് പറയും. ഉൽപരിവർത്തനം എന്ന് പറയാറുണ്ട്. ഉൽപരിവർത്തനം. ഓക്കെ. ഹൗ ഡസ് ദിസ് പ്രോസസ് ഇൻഫ്ലുവൻസ് ദി എവല്യൂഷൻ ഓഫ് ലൈഫ്? ഇവിടെ എവല്യൂഷന്റെ എങ്ങനെയാണ് ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതായത് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് പ്രോസസ് പറഞ്ഞാല് എവല്യൂഷനിൽ ഭയങ്കര റോൾ ആർക്കുണ്ട്, നമ്മുടെ മ്യൂട്ടേഷൻ ഉണ്ട്. അതായത് ഒരു മാറ്റം ഒരു ജീവിയിൽ ഉണ്ടായി കഴിഞ്ഞാല് ആ മാറ്റം തലമുറകളിലൂടെ കൈമാറി പോകുന്നുണ്ട്. ഇപ്പൊ ഏതൊരു ജീവിയാണ്, ഏതൊരു ജീവിക്ക് റാൻഡം ആയിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ചു, ആ ജീവി ആ മാറ്റം അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. ഇതിന് വീണ്ടും മ്യൂട്ടേഷൻ സംഭവിച്ചു വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു, അടുത്ത തലമുറ കൈമാറുന്നു. ഇങ്ങനെ തലമുറകളിലൂടെ കൈമാറി അവസാനം എത്തുമ്പോഴേക്കും ഇത് രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഒരു ന്യൂ സ്പീഷീസ് എന്ത് ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സജസ്റ്റ് എനി 2 റീസൺസ് ദാറ്റ് ലീഡ് ടു ദിസ് പ്രോസസ്. അതായത് ഈ ഒരു മ്യൂട്ടേഷന്റെ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ചില കെമിക്കൽസ് കാരണം മ്യൂട്ടേഷൻ ഉണ്ടാകാം, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം, കെമിക്കൽസിന്റെ കാരണം, അതുപോലെ തന്നെ DNA റെപ്ലിക്കേഷൻ സമയത്തൊക്കെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചതും ഉണ്ടാവും കേട്ടോ. അപ്പൊ മ്യൂട്ടേഷൻസ് പറയാം, കെമിക്കൽ റീസൺ പറയാം, റേഡിയേഷൻസ് പറയാം, അതുപോലെ തന്നെ DNA എന്താ പറയാ റെപ്ലിക്കേഷൻ സമയത്ത്, DNA ഇരട്ടിക്കുക DNA റെപ്ലിക്കേഷൻ സമയത്തൊക്കെ എന്തെങ്കിലും എറർ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഈ മ്യൂട്ടേഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ,
പക്ഷെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു ചേഞ്ച് ആണ്. ആ ചേഞ്ച് ഇപ്പൊ ഒരു ജീവിക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു, ആ ചേഞ്ച് എന്ത് ചെയ്യുന്നു, അടുത്ത തലമുറയ്ക്കകത്തേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവസാനം കുറെ കഴിയുമ്പോൾ ഒരു എവല്യൂഷൻ അത് കാരണമാകുന്നുണ്ട്. മ്യൂട്ടേഷൻ ആണ് ഇവിടെ പറയുന്നുള്ള ഒരു പാർട്ട് ഓഫ് എവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ ആണ്. ഗീവ് റീസൺ പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, വൈ ക്രോമസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് മെയിൽ എംബ്രിയോ. നമുക്കറിയാം 46 ക്രോമസോംസ് ആണ് മനുഷ്യനുള്ളത്. അതിൽ 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോംസ് ആണ്, സ്വരൂപ ക്രോമസോമുകളാണ്. ബാക്കി 2 എണ്ണം സെക്സ് ക്രോമസോംസ് ആണ്. അത് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഓക്കെ, ഇനി അതിലെ വൈനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 13 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഈ ക്രോമസോം പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നന്നായി പഠിക്കണം. ഓക്കെ, വൈ ക്രോമസോം ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് എക്സ്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്ര മതി. ദി SRY ജീൻ ഓൺ ദി Y chromosome is responsible for the development of testis in the embryo. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, Y chromosomes are responsible for the development of male embryo. അല്ലെ, ഒരു ആൺ ഭ്രൂണം അല്ലെ ഒരു പുരുഷ ഭ്രൂണം ഉണ്ടാവണമെങ്കിൽ Y chromosomes അതിന് കാരണമാണ് എന്ന് പറയാം. അതിന്റെ കാരണം ചോദിച്ചിട്ടില്ലേ, നോക്കിക്കോളൂ. Y chromosomes കാണപ്പെടുന്ന SRY ജീൻ, Y chromosomes കാണപ്പെടുന്ന Yയിൽ കാണപ്പെടുന്ന SRY ജീൻ ഉണ്ട്. ഈ SRY ജീൻ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു എംബ്രിയോക്കകത്ത് ടെസ്റ്റിസ് അതിന്റെ വൃഷണങ്ങൾ രൂപീകരിക്കാൻ കാരണമാകുന്നത് Y ക്രോമസോമിൽ കാണുന്ന SRY ജീൻ ആണ്. Y ക്രോമസോമിലെ SRY ജീന് എവിടെ കാണപ്പെടുന്നു, Yയിൽ കാണപ്പെടുന്നു. Y ഉള്ള ഭ്രൂണമാണെങ്കിൽ അത് എന്തായി മാറുന്നു, മെയിലായി മാറുന്നു. ഇത്രേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, SRY ജീൻ ആണ് ടെസ്റ്റിസ് ഉണ്ടാവാൻ കാരണമാകുന്നത്, പ്രഷർ ഉണ്ടാവാൻ കാരണമാകുന്ന SRY ജീൻ ആണ്. ഈ SRY ജീൻ എവിടെ കാണപ്പെടുന്നത്, Y ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് Y ക്രോമസോം പ്രസന്റ് ആയിട്ടുള്ള ആ ഭ്രൂണം, ആ എംബ്രിയോ എന്തായി മാറുന്നു, മെയിൽ എംബ്രിയോ ആയി മാറുന്നു. ഓക്കെ, സോ ദ SRY ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഇമ്പോർട്ടന്റ് ആണ് SRY ജീൻ. Then നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. When tall plant with red flower are crossed with short plant with white flower, in the second generation some plants may be tall with white flower. ഇവിടെ നോക്കാം നമുക്ക്, tall plant with red flower is crossed with short plant with white flower. In the second generation some plants may be tall with white. ഇത് വരാനുള്ള കാരണം എന്താണ്, ഇവിടെ ആ ഒരു ടോളിനും വൈറ്റിനും ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്ത് ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാവാൻ ഇവിടെ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ മെന്റലിന്റെ ക്രോസിനകത്ത് നമ്മൾക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് പഠിച്ചിട്ടുണ്ട് നമ്മള്. അതായത് 2 ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ഇവിടെ വരയ്ക്കുക. Tall plant with red flower, dwarf plant with white flower, gamete ഉണ്ടാവുക ക്യാപിറ്റൽ T ക്യാപിറ്റൽ R, സ്മോൾ t സ്മോൾ r. ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാവുക എങ്ങനെയാണ്, ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ R സ്മോൾ r. ഇത് ടോൾ വിത്ത് റെഡ് ആയിരിക്കും. ഇതാണ് അതിന്റെ ഫസ്റ്റ് ജനറേഷൻ. F1 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ചോദിച്ചാൽ എന്താ, ഇതിന്റെ സെക്കൻഡ് ജനറേഷനിലെ ടോൾ വിത്ത് വൈറ്റും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം മിസ് വരച്ചു കാണിക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയാണ്, ഇപ്പൊ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ടോൾ വിത്ത് റെഡ് ഫ്ലവർ, ടോൾ വിത്ത് റെഡ് ഫ്ലവർ. ഈ ഗമേറ്റ് എങ്ങനെ ഉണ്ടാവുക, ടോൾ റൗണ്ട് ദെൻ ടോൾ ഇങ്ങനെയാണ് ഇത് ഗമേറ്റുകൾ ഉണ്ടാവുക. ഈ 2 ഭാഗത്തും ഗമേറ്റുകൾ ഉണ്ടാവും. ഇത് നമ്മുടെ പേജ് നമ്പർ 26 പറയുന്നുണ്ട്. ഓക്കെ, 26 പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു പുതിയൊരു കോമ്പിനേഷൻ ഉണ്ടാവും അല്ലെ. ആ ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാല്, ഈച്ച് ട്രേറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡന്റ്ലി ടു നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് മിക്സിങ് ഈച്ച് അതർ. അതായത് ഇവിടെയുള്ള ഈ ഒരു വൈറ്റിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ടോളിന്റെ കൂടെ പോവാൻ ഒരു അവസരം കിട്ടുകയാണ്. അതിനെ കിട്ടുക മിസ് വരയ്ക്കാം.
ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ കിട്ടുന്ന എവിടെ നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഇവിടെ ഈ കോമ്പിനേഷൻ കിട്ടും അല്ലേ. ബാക്കി എല്ലാം വരയ്ക്കുന്നില്ല, ആ മാത്രം വരയ്ക്കുന്നില്ല. ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഇവിടെ ഈ ഒരു കോമ്പിനേഷൻ കിട്ടുന്നതാ. ഇതും ജോയിൻ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ട്, പുതിയ കോമ്പിനേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ റീസൺ എങ്ങനെയാണ്? എ പെയർ ഓഫ് alleles in an organism does not influence the separation of another pair of alleles. ഇവിടെ ടോൾ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ആ കളറിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ല. ഇയാൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റിയത്, ഇവിടെ ഇങ്ങനെ പാരന്റ്സ് കാണിക്കാത്ത പുതിയ കോമ്പിനേഷൻ ഉണ്ടാവാനുള്ള കാരണം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ഇവിടെ when tall plants with red flowers are crossed with short plants with white flowers in the second generation, some plants may be tall with white. ഇതൊരു പാരന്റൽ ക്യാരക്ടർ അല്ല tall with white. അത് ഉണ്ടാവാനുള്ള കാരണം അവിടെ ഇൻഡിപെൻഡന്റ്ലി inherited to next ജനറേഷൻ. സ്വതന്ത്രമായിട്ട് അടുത്ത തലമുറയിലേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? എല്ലാ ക്യാരക്ടേഴ്സിനും പറ്റിയിട്ടുണ്ട്. സോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് അല്ലെ, ട്രെയ്റ്റ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ വൈറ്റിന് ടോളിന്റെ കൂടെ ഇൻഡിപെൻഡന്റ്ലി ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കോമ്പിനേഷൻ ഉണ്ടാവാൻ അവിടെ സാധിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 11 questions.